അപ്പൊ ഇവനാണ് ശരിക്കുള്ള മായാവി അല്ലേ? ഇവൻ മായാവിയല്ല. പിന്നെ ഇവനാര്? ലുട്ടാപ്പിയ? ഇതവന്റെ കൂട്ടുകാരനാ, ബാലൻ. ബാലനോ? നിനക്ക് ആള് തെറ്റിയതാവും. ആ മുതലാളിയുടെ കൂടെ കാറി കയറി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൻ എന്തിനാ ഇവിടെ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മായാവി അവനാണെന്നാ. എങ്കിൽ നമുക്ക് ഉടനെ അവനെ ഒന്ന് കാണണമല്ലോ. എടുത്ത് ചാടണ്ട. ഇടിച്ച് ആശുപത്രി കയറ്റിയിരിക്കുന്ന സ്ഥലം SI യാ. നാട്ടിൽ മുഴുവൻ മഫ്റ്റിയിൽ പോലീസുകാരും ഉണ്ട്. ബാലൻ മഹിയത്തിരക്ക് ഇറങ്ങിയതാണോ? നോക്കണ്ട, അവനിവിടില്ല, ഇനി വരികയുമില്ല. വന്നാ ഒന്നില്ലേ ശിവശങ്കരൻ, അല്ലെങ്കിൽ തോട്ടപ്പള്ളി, അതുമല്ലെങ്കിൽ പോലീസ്. ആരുടെയെങ്കിലും കൈകൊണ്ട് ചാവറപ്പാ, അത് അവനും അറിയാം. അതാണല്ലോ സ്ഥലം വിട്ടത്. പക്ഷേ അത് നിനക്ക് ഗുണമായി. ചെറിയ ഗുണമൊന്നുമല്ല, രാജയോഗമാ കൈ വന്നിരിക്കുന്നേ. അല്ല, നീ എന്താ ഇവിടെ? കൊട്ടേഷനാ, ഒരാളെ തട്ടാൻ, നിന്നെ. പക്ഷേ ആള് നീയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ കൂട്ടുകാരാണെന്ന് ഏൽപ്പിച്ചോമാർക്കും അറിയില്ല. ആരാ നിന്നെ ഏൽപ്പിച്ചത്? തോട്ടപ്പള്ളി എന്ന് പറയും. ഭയങ്കരന്മാരാ. സ്നേഹിച്ച വാരി കോരിത്തരും, എതിർത്ത നെഞ്ചത്ത് തുളയിടും. അവരെന്തിനാ എന്നെ? ആറാണിമുട്ടത്ത് കാലുകുത്തുന്ന എല്ലാവരും അവരുടെ ശത്രുക്കളാ. സംഗതി നിനക്കിപ്പോൾ നല്ല കോള അടിച്ചിരിക്കുന്നേ. ആറാണിമുട്ടത്തെ സ്വത്ത് മുഴുവൻ നിന്റെ കയ്യിൽ വരും. പക്ഷേ അതിൽ നിന്നൊരു കരിക്കിട്ട് കുടിക്കാൻ അവർ നിന്നെ സമ്മതിക്കില്ല. നീ അവരുമായിട്ടൊരു ധാരണയിലെത്താൻ നോക്ക്. സാധിച്ചാ പിന്നെ നിനക്ക് വിലസാം, രാജാവായിട്ട് വിലസാം. ഹലോ, ഇത് സുഗുണ. ഹലോ. ഹലോ. ശിവശങ്കരൻ പറയുന്നത് ബാലനെ അവരുടെ സ്വത്തുക്കളുടെയൊക്കെ വെറും നടത്തിപ്പുകാരനാക്കാവുന്ന. പക്ഷെ ഞാൻ പറയുന്നത് ബാലനെ അതിൻ്റെയൊക്കെ ഉടമസ്ഥനാക്കാവുന്ന. നമ്മൾ തമ്മിലൊരു ധാരണയിലെത്തിയാൽ നിലവിലുള്ള കേസുകളെല്ലാം പിൻവലിച്ച് അടച്ചിട്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും പുനരാരംഭിക്കാം. അതും പാർട്ട്ണർഷിപ്പിൽ. അതായത് തോട്ടപ്പള്ളിക്കാരും ആറാണിമുട്ടത്തെ ബാലനും തുടർന്ന് അങ്ങോട്ട് പാർട്ട്നേഴ്സ് ആയിരിക്കും. ഒരുമിച്ച് നിന്നാ നിനക്ക് ഇവിടുന്ന് പൊന്നു വാരാം. അളിയാ, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയാവോ? കണ്ടു കിട്ടണ്ടേ? ഞാൻ നിന്റെ തൊട്ടു പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേടാ, എന്നാലല്ലേ വന്ന വഴിയും പുറകിൽ നിൽക്കുന്നവരെ കാണാൻ പറ്റും. നിനക്കൊരു യമകണ്ഠം കത്തുണ്ടായിരുന്നു, ജയിലിലെ സകലരും ചേർന്ന് എഴുതിയത്. ഇങ്ങോട്ടെടുത്തില്ല. നിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയില്ലല്ലോ. അതെ, മഹി ഇപ്പൊ ആരെങ്കിലും കണ്ട പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് പലതും സംഭവിക്കും. നമുക്ക് എങ്ങോട്ടെങ്കിലും മാറിയേക്കാം. നീ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ ഒക്കെ ഗുണം നമുക്ക് കിട്ടാൻ പോവാടാ. അടിച്ചിരിക്കുന്ന ലോട്ടറി ചില്ലറയല്ല, കോടികളാ, കോടികൾ. ഇപ്പൊ നമ്മൾ തോട്ടപ്പള്ളിക്കാരൊപ്പം നിന്നാ 3-4 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്താ നമ്മുടെ കയ്യിൽ വരുന്നത്. നീയും അവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഒതുക്കിക്കോളാം. പല നീ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കല്ലേ. ഒരു പാവം മനുഷ്യനെ കൊന്നു കിട്ടുന്ന ഒരു കാശ് നമുക്ക് വേണ്ടടാ. അതിന് നമ്മളാരെയും കൊല്ലുന്നില്ലല്ലോ. അവര് തമ്മിലുള്ള വഴക്ക് അവര് തന്നെ തീർക്കുന്നു. നമ്മളൊന്ന് കണ്ണടച്ച് നിന്നാ മതി. കാശിന്റെ കണക്ക് കേട്ടപ്പോൾ നിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. പണ്ടേ നിനക്ക് ആ സ്വഭാവമുണ്ട്, അതുകൊണ്ടാണല്ലോ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇനി ഇവിടെ അത് ആവർത്തിക്കണം. മഹി, അങ്ങനെ പറയരുത്. ഞാനൊന്നും പറയുന്നില്ല, നീ ഒന്നും പറയണ്ട. നീ ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് സ്ഥലം വിടണം. ഇനി നീ ഇവിടെ ശരിയാവില്ല. ഇവിടെ നിന്ന് പോയി ഞാൻ എങ്ങനെ ജീവിക്കണമെന്നാ നീ പറയുന്നത്? ക്രിമിനൽ കുറ്റത്തിന് ജയിലിൽ കിടന്നവനാ. എനിക്കൊരു നല്ല ജോലി കിട്ടുമോ? ജീവിതകാലം മുഴുവൻ കൂലിപ്പണിയും ചെയ്ത് അരപ്പട്ടിണിയിൽ കഴിയാൻ എനിക്ക് പറ്റില്ല. നീ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. നിന്റെ അനിയന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പണം തന്നപ്പോൾ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിരുന്നു, ആ മനുഷ്യന്റെ ജീവൻ ഒരു ആപത്തും വരാതെ നോക്കിക്കോളാം. ആ വാക്ക് എനിക്ക് പാലിക്കണം. അതീ കുറഞ്ഞുള്ള പ്രാക്ടിക്കലൊക്കെ മതി. ബലം പോന്നു. അപ്പൊ ഇത് മുഴുവൻ ഒറ്റയ്ക്ക് നേടാനാണോ നിന്റെ ഉദ്ദേശം? എന്നെ ഒഴിവാക്കിയിട്ട് നിനക്കിതൊക്കെ ഒറ്റയ്ക്ക് വേണോന്ന്? ബാല, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് മറക്കരുത്. നിനക്ക് വേണ്ടി ഒരു കൊലക്കുറ്റ ഏൽക്കാൻ വന്നതാ മഹി. അതേടാ, വലിയ കൂട്ടുകാരനാ തന്നെ ഞാനും കരുതത്. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്റെ അനിയന്റെ പേരിൽ ഇവൻ കൊടുക്കുന്ന മുതലക്കണ്ണീരാ. ഇവന്റെ സ്വന്തം ലാഭത്തിന് വേണ്ടി അവൻ ചെയ്യുന്നോക്കെ. അല്ലെങ്കിൽ എന്നെ ഇവിടെ ഒഴിവാക്കാൻ നോക്കുന്നത് എന്തിനാ? ബാല, ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ. എനിക്കുണ്ടാ വിഷമം. എനിക്കൊരു ഭാഗ്യം വരുമ്പോ എന്റെ കൂടെ നിൽക്കുന്നവനാണ് എന്റെ കൂട്ടുകാരൻ. കൂടെ നിന്നില്ലെങ്കിൽ ഒഴിഞ്ഞു മാറിയെങ്കിലും തരണം. അല്ലാതെ എന്നെ എതിർക്കുന്നവൻ എന്റെ കൂട്ടുകാരനല്ല, ശത്രുവാ, ശത്രു. ഇതുപോലുള്ള ഭാഗ്യം ജീവിതത്തിൽ ഒരിക്കലേ തേടി വരൂ. അത് ആർക്ക് വേണ്ടിയും കളഞ്ഞിട്ട് പോകാൻ ഞാൻ തയ്യാറല്ല. ബാല, നീ ആവശ്യമില്ലാത്ത കളിക്ക് നിൽക്കരുത്. ഞാനാ പറയുന്നത്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ആവശ്യമില്ലാത്ത കളിക്ക് നീ നിൽക്കരുത്. ഇവിടുത്തെ കാര്യങ്ങൾ ഇനി ഞാൻ തീരുമാനിക്കും. എതിർക്കാൻ വരുന്നവൻ ശത്രുവായാലും മിത്രമായാലും നേരിടാൻ എനിക്കറിയാം. അവനെ ഇനി വെറുതെ വിടുന്ന അപകട ഒതുക്കണം. അവനെ ഇപ്പൊ ഒതുക്കേണ്ടത് ഞങ്ങളെക്കാൾ ബാലന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു പിശാചിനെ പോലെ ജീവിതകാലം മുഴുവൻ അവൻ ബാലനെ വേട്ടയാടും. അറിയാം. ഒതുക്കാൻ മാർഗമുണ്ട്.
കൊലക്കുറ്റം ഏൽക്കാനല്ലേ അവൻ വന്നത്. അത് തന്നെ അവന്റെ തലയിൽ കെട്ടിവെക്കണം. എന്തത്? ആരാ നീ? ഞാൻ ചെയ്യുന്നത് ചെയ്യാം. എന്ത് ചെയ്യാൻ? ഡാൻസ്. ഡാൻസോ? എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടിന്ന് പറയാൻ ഞാനെന്താ പാവേ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം.